പൊണ്ണത്തടി ആനത്തടിയോ ആ തടിക്കൻസിന്റെ ബുദ്ധിയുണ്ട് കേറി പോടച്ചങ്ങയോട് ബാബുവോ ഉണ്ണിയാണ് വരുന്നേ. ആ പഴയ സ്റ്റൂളൊക്കെ മാറ്റി വെച്ചതാ, അല്ലെങ്കിൽ ഒറ്റൊന്നും കിട്ടൂല. ആ ഉണ്ണി ഇരിക്കുന്നിരിക്കല്ലേ, 2 സ്റ്റൂൾ ഇട്ടിരി, അല്ലെങ്കിൽ വാവന് പണിയാവത്. പറയ്, എന്താ കഴിക്കാൻ വേണ്ടി? ഡയറ്റിലാണ്. ഡയറ്റിലോ? 5 പൊറാട്ടി 2 ബീഫ് കൊടുക്കും തൽക്കാലോ 5 പൊറാട്ടി 2 ബീഫ്. സാധാരണ 15 പൊറാട്ടി 5 ബീഫ് അല്ലേ കഴിക്കാറ്. അപ്പൊ തൽക്കാലം 5 പൊറാട്ടി 2 ബീഫ് കൊടുക്കും. ഡയറ്റ് അല്ല, അതുകൊണ്ട് ഇത് ഉണ്ണി, നാട്ടുകാർക്കെന്നും ഒരു പരിഹാസ കഥാപാത്രം. പക്ഷേ അവനും ഉണ്ടായിരുന്നു ആരും അറിയാത്ത സങ്കടങ്ങളും നൊമ്പരങ്ങളും. എന്നാ ഡബിൾ ബെഞ്ചിന് കണ്ടില്ലല്ലോ. എന്തൊരു കളിയാക്കണേ ചങ്ങായിയല്ലേ? അത് ശരിയാ ശരിയാ. ഓന്റെ 2 കുറ്റി പുട്ടാപ്പയില് കറക്കണേ. ഇനി എന്താ അത് കാട്ടാവോ? അവനക്ക് എന്താ കടി? എന്താ മാണ്ടിയ പുട്ടും കടലുണ്ട്. എണ്ണക്കടിയൊക്കെ ബൈനാരല്ലേങ്ങായി. മാനിക്ക പുട്ടും കടലും നെഞ്ഞരിക്കും മാനിക്ക. അല്ലാത്ത നെഞ്ഞു പുട്ടും കടലും ഉണ്ണിനെ കണ്ടില്ലല്ലോ. കണ്ടില്ല. എന്താ ഈ നേരത്തെ വരുന്നല്ലോ അല്ലേ? ആ ഉണ്ണിയാണല്ല വരുന്നേ. എന്റെ പുട്ടും കടലും കഴിച്ചില്ലായിട്ടോ. ഉണ്ണി വന്നല്ലോ. ആ പ്രദീപേ, സമീറേ, ആ മാനക്കന്റെ സ്റ്റൂൾ എവിടെ? അവിടെ ഉണ്ടാവും. അവിടുന്ന് എടുത്തോ. ആ ഇവിടെ ഉണ്ട്. എന്തൊരു ഒരു പ്രാർത്ഥനയൊക്കെ. എന്റെ തടി ഞാൻ തന്നെ നോക്കണ്ടേ? അതാണോ? ആ എന്നാ മാനിക്ക കൊടുക്കി, പുട്ട് കൊടുക്കി. എടുക്കണ്ട്. ആ എടുക്കി. അല്ല ഉണ്ണിയാ, അനക്ക് കണ്ണേട്ടന്റെ കല്യാണല്ലേ? ആ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോവാന്. അല്ല, കല്യാണത്തിനൊക്കെ പോയ ഉണ്ണിക്കേ മുതലാവുള്ളൂ. നമ്മളൊക്കെ പോയിട്ട് അല്ല, ഇപ്പൊ 2 കുറ്റി പുട്ടും കഴിഞ്ഞിട്ടാണ് ഈ കല്യാണത്തിന്. നമ്മളൊക്കെ പോയാലേ ഉണ്ണി എന്റെ ഒക്കെ ഒരു അവസ്ഥ. ഇതൊക്കെ വയറ് നമുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ. പിന്നെ പുഴയിൽ നല്ല വെള്ളം കയറിയണത്രേ. നമുക്കൊന്നും മീൻ പിടിക്കാൻ പോലെ വെച്ചിട്ട്. അത് നല്ല കാര്യമാണ്. നമുക്കേ കണ്ണേറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോവാം. ആയിക്കോട്ടെ, പോയിട്ട് നല്ല മീനെ പിടിച്ച് മുളക് അരച്ച് തേച്ചങ്ങട് തിന്നന്റെ കാര്യം മാത്രം. തിന്നാനല്ലാതെ അല്ലാതെ എന്തിനാ ജീവിക്കണത്? ഉണ്ണി 2 എനിക്കും കൂടെ കേട്ടോ. ആ ഞാൻ തിന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക്. എന്താ പൊണ്ണു ചേച്ചി പറഞ്ഞ് ഇജ്ജ് തിന്നിട്ട് ബാക്കിയോ? അത് ഞങ്ങക്ക് കിട്ടിയ അന്റെ ഈ ജാതി തമാശ ഇവിടെ പറയല്ലോ. എന്തിലും തമാശ പറയണ്ടേ മാനക്ക? ചൂട്ടിലൊക്കെ ആയിക്കോട്ടെ. കേട്ടോ ആ ചായ കൂടി കുടിച്ചാള്. ഇന്ന് വൈത്തന്നെയാ എത്ര എഴുതിയാലും തരുമാനോ? ഓ തരായിട്ടോ നല്ല ബാല. ഞാൻ പറഞ്ഞു ഓനെ ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ കുതിരയാക്കുമ്പോ സത്യം പറഞ്ഞ 5 ഉള്ളിൽ ഭയങ്കര സങ്കടം. പിന്നിപ്പോ പറയുമ്പോ ഞമ്മളായിക്കാണ് കൂടുകയെന്നുള്ളൂ. പാവാണേ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഇനി നമ്മളെ നാട്ടിലൊരു കല്യാണാകട്ടെ, മരണാകട്ടെ, വേറെന്തെങ്കിലും പരിപാടി ആകട്ടെ, ഈ ഉണ്ണിന്റെ മാതിരി ഒരു പരോപകാരി ഇവിടെ ഉണ്ടോ? ഇതൊന്ന് പറഞ്ഞ ഓനാളെ പറഞ്ഞെത്തും. ആ ഈ പറഞ്ഞു നടക്കണവർക്കൊക്കെ അതിന് പറ്റുമോ? പറ്റൂല. ഷെബീറേ, കൊത്തുണ്ടോ? ചെറുതായിട്ട് കല്ലങ്കര തോന്നും. ആ എന്നാ വലിച്ചോക്ക്. വലിയുണ്ട്. വലുതെന്തോ ചാടിയ വരും. വല്ല പാറലെന്തേർക്കും. ആ പൊക്കെ. ഒരു കുന്തില്ല. ആ കൊത്തുന്നിടാ എന്തോ സാധനം കൊത്തുണ്ട്.
നല്ല സാധനം മോനെ. ഇവിടെ മീനില്ലാതെ തോന്നുന്നു. നീ ഒന്ന് ഇങ്ങോട്ട് മാറുന്ന, ഞാൻ അവിടെ നിന്ന് പിടിച്ചോട്ടെ. അവിടെ ആകുമ്പോ ആ നേരത്തെ കിട്ടിയ പോലത്തെ ഇച്ചിരി വലിയ മീനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ണി നീ എങ്ങോട്ടാ? ഉണ്ണി അതിന് കൊട്ടിപ്പറിച്ച് താഴെ വീണിട്ടോ? ശരിയെ ഓനിപ്പോ വീണാലെന്താ? ഓന് പെണ്ണും പെരക്കോഴിയൊന്നുമല്ലോ, പിന്നെ ചോദിക്കാൻ ആരാ ഉള്ളത്? നിന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് പോകല്ലേ? അതാണ് മൊത്തം ചെളിയാണ്. അതിലേക്ക് പോയി പോത്ത് താഴ്ന്നമായി താഴും. പിന്നെ ഈ കാട്ട നാട്ടുകാർ മൊത്തം എടുക്കണ്ടേ? പൊണ്ണത്തടി ആനത്തടിയോ? ആ തടിക്കൻസിന്റെ ബുദ്ധിയുണ്ട്. കേറി പോടച്ചെങ്ങയോട് നമ്മ കൂടി പണി ഉണ്ടാക്കാനായിട്ട്. പറഞ്ഞത് പറ്റില്ലെന്ന് തോന്നുന്നു. നീ നോക്കിക്കാ. നീ നമുക്ക് മീൻ അവന് പിന്നെ കുറച്ച് പേച്ചാ മതി. തടിക്കല് ബുദ്ധി വേണ്ടേ? ആ മൂഡ് ഓഫ് ആയി. മൂഡ് ഓഫ് ആയി. കുട്ടികളെ മാറ്റിയ ചെന്നെ എന്താ ചെയ്യാ? എന്താ നമ്മളെ എടാ ഉണ്ണി എന്താ എന്താ അത് നമ്മളെ എടാ ഉണ്ണി, ഞാനത് ഉദ്ദേശിച്ച് പറഞ്ഞില്ല. എടാ ചെളിയല്ലേ, ഞാൻ അതൊക്കെ തണ പോയ പണിയാവല്ലോ എന്ന് വിചാരിച്ചു പറഞ്ഞു. അല്ല ഷബീർ, അത് കുഴപ്പമില്ല. എല്ലാവരും എന്നെ ആനത്തടിയാ പൊണ്ണത്തടിയാന്ന് കുറിച്ച് എനിക്ക് ശീലമായതാണ്. പക്ഷെ കൂട്ടുകാരായ നിങ്ങൾ രണ്ടാളും കൂടി എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഉണ്ണി അത് മനക്ക മനക്ക ഒരു കട്ടൻ ചായ. ഉണ്ണിയേ ഇതാക്കണ ചായേ. എന്താ ഇപ്പൊ എനിക്കൊരു മണ്ണുന്ന കോഴിക്കുട്ടികളെ മാതിരി ഒരു ഉസാറില്ലാത്ത? ഒന്നുമില്ല മനക്ക. നേരെ മോന്തിയായല്ലോ. ഇത് പെരീക്കൊന്നും പോയില്ല. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ പറ മാനാക്കാനോടെ. മടുത്തു മനക്ക. ചെറുപ്പം മുതലേ ഈ കളിയാക്കൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണ്. ദൈവം എന്തിനാണ് എന്നെ ഈ കോലത്തിൽ തടിയനായിട്ട് പഠിച്ചത് എനിക്കറിയില്ല. എന്റെ കുട്ടിക്ക് പറ്റിയേ? ഒന്നുമില്ല മനക്ക. ആര് കളിയാക്കിയാലും എനിക്ക് വിഷമല്ല. പക്ഷെ എന്റെ പ്രദീപ് ഷമീർ എന്നെ കളിയാക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നുമില്ലെങ്കിൽ ഞങ്ങള് ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. ഇന്റെ കുട്ടിപ്പ അതിനൊന്നും സങ്കടപ്പെടണ്ട. ഓൽക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഓലൊക്കെ പോയി പണി നോക്കട്ടടാ. ഇജെന്തിനാ അതിനൊക്കെ ബേജാറാണ്? ഇജിപ്പോ പോയിക്കോ പെരീക്ക് മൂന്തിയാകാനേക്ക്. ഒരു സങ്കടവും വേണ്ട. പോയിട്ട് ഇപ്പൊ എന്താണ് കാര്യം? എന്തേ? ആ 4 ചുമരിനുള്ളില് ഞാൻ ഒറ്റക്കാ മാനോക്ക. അമ്മ മരിച്ചതിന് ശേഷം ഞാൻ തികച്ചു അനാഥനായി. ഈ നശിച്ച തടി കൊണ്ട് എന്റെ ഭാര്യ പോലും എന്നെ ഇട്ടിട്ട് പോയി. പലപ്പോഴും ഞാൻ വിചാരിച്ചതാണ് ഈ ജീവിതം തന്നെ എന്റെ അവസാനിപ്പിച്ചാലോ എന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല കുഞ്ഞെ. അപ്പൊ ഈ മാനാക്കാന്റെ കാര്യം ഒന്ന് ആലോചിച്ചില്ല. എന്റെ നൂറിന്റെ കാര്യം. ഓന് പ്രസവിച്ചത് മുതൽ ഒരു വകതിരിവില്ലാത്ത കുട്ടിയാ. ഓന ആരെല്ലാം കളിയാക്കണ്? ഇതൊക്കെ ഞമ്മള് കാണല്ലേ. അപ്പൊ കളിയാക്കണോലും പഠിച്ചോനായിട്ട് ആയിക്കോളും. ഞമ്മളാ ഒന്നും നോക്കണ്ട. പഠിച്ചോ ഞമ്മക്ക് തന്ന ആയുസ് നന്നായിട്ടാണ് ജീവിച്ച് തീർക്കുക. അതന്നെ സമാധാനായിട്ട്